നമസ്കാരം, ഏവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ചലനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചലനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള ചലനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ചലനം എന്ന ഏരിയ സ്പെസിഫിക് ആയി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യ ഭാഗത്ത് ചലനത്തിനൊപ്പം എന്നുള്ളതായിരുന്നു. ഇനി രണ്ടാം ഭാഗത്ത് ചലനം എന്ന ഏരിയയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. SCERT പാഠപുസ്തകത്തിലെ തന്നെ ഒരു പാഠമാണ് ഈ ചലനം എന്നുള്ളത്. അതിലെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുകയും ഏതൊരു ചോദ്യം വന്നാലും അത് എഴുതത്തക്ക രീതിയിൽ ഉദ്യോഗാർത്ഥികളെ ഒരുക്കിയെടുക്കുകയുമാണ് ലക്ഷ്യം. എല്ലാവർക്കും ഇതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇവിടെ നമുക്ക് വിവിധ തരം സന്ദർഭങ്ങളും അവ ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്നുള്ളതുമായ രീതിയിലുള്ള ഒരു പട്ടിക നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സന്ദർഭം ഇതാണ്: ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ യാത്രക്കാരൻ. അപ്പോൾ ബസ്സിനെ അപേക്ഷിച്ച് എന്താണ്, അതേപോലെ റോഡിനെ അപേക്ഷിച്ച്, അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ ഒരു യാത്രക്കാരനെ എടുക്കുവാണെങ്കിൽ ബസ്സിനെ അപേക്ഷിച്ച് അദ്ദേഹം ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ? നിശ്ചലാവസ്ഥയിലാണ് അല്ലെ. ബസ്സിനെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് മാറ്റമൊന്നുമില്ല, ആ ഇരിക്കുന്ന സീറ്റിൽ തന്നെയാണ് അദ്ദേഹം. എന്നാൽ റോഡിനെ അപേക്ഷിച്ചോ അദ്ദേഹം ചലനാവസ്ഥയിലാണ്. റോഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു സന്ദർഭം നമുക്ക് നോക്കാം. മേഞ്ഞു നടക്കുന്ന പശുവിന്റെ പുറത്തിരിക്കുന്ന കാക്ക. പശുവിനെ അപേക്ഷിച്ച് ആ കാക്ക നിശ്ചലാവസ്ഥയിലാണ് അല്ലെ. എന്നാൽ തറയെ അപേക്ഷിച്ചോ അത് ചലനാവസ്ഥയിലാണ്. പശുവിനെ അപേക്ഷിച്ച്, പശുവിന്റെ റെഫറൻസ്, അതിന്റെ ഫ്രെയിമിനെ അപേക്ഷിച്ച് ആ കാക്കയ്ക്ക് മാറ്റമൊന്നുമില്ല. ആ പശുവിന്റെ പുറത്ത് ആ പൊസിഷനിൽ തന്നെ നിൽക്കുവാണ്. എന്നാൽ പശു നടക്കുന്നതനുസരിച്ച്, ആ നിലത്തൂടെ ഉള്ള നടത്തുന്നതനുസരിച്ച് തറയെ അപേക്ഷിച്ചാണെങ്കിൽ അത് ചലനാവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാം. അടുത്തത് വയൽ വരമ്പത്ത് നിൽക്കുന്ന ഒരു കുട്ടി. തറയെ അപേക്ഷിച്ച് അതേപോലെ സൂര്യനെ അപേക്ഷിച്ച് എന്താണ് അവസ്ഥ എന്ന് നോക്കാം. തറയെ അപേക്ഷിച്ച് വയൽ വരമ്പത്ത് നിൽക്കുന്ന ഒരു കുട്ടി എന്താണ്, നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ സൂര്യനെ അപേക്ഷിച്ച് എന്താണ്, ആ കുട്ടി ചലനാവസ്ഥയിലാണ്. കാരണം സൂര്യന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സൂര്യനെ അപേക്ഷിച്ച് ആ കുട്ടി ചലനാവസ്ഥയിലാണ്. അടുത്തത് കറങ്ങുന്ന മേശയിലിരിക്കുന്ന പുസ്തകം. അപ്പോൾ ഇവിടെ എന്താണ്, കറങ്ങുന്ന മേശയിലിരിക്കുന്ന ഒരു പുസ്തകമാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ചലനാവസ്ഥ എന്താണ്, ഇവിടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. മേശയെ അപേക്ഷിച്ച് അതേപോലെ തറയെ അപേക്ഷിച്ച് എന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാം. കറങ്ങുന്ന മേശയിലിരിക്കുന്ന ഒരു പുസ്തകം മേശയെ അപേക്ഷിച്ച് അത് നിശ്ചലാവസ്ഥയിലും അതേപോലെ തറയെ അപേക്ഷിച്ച് അത് ചലനാവസ്ഥയിലുമാണ്. ചലനം എന്ന ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത് കുറച്ച് സന്ദർഭങ്ങളാണ്. അപ്പം ഓരോ സന്ദർഭങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ ഒരു യാത്രക്കാരൻ. സോ അദ്ദേഹത്തെ എന്താണ്, ബസ്സിനെ അപേക്ഷിച്ച് ആ യാത്രക്കാരൻ നിശ്ചലാവസ്ഥയിലാണ് അല്ലെ. ആ ബസ്സിൽ ആ ഇരിക്കുന്ന സീറ്റിൽ തന്നെ അയാൾ ഇരിക്കുവാണ്. ബസ് ഓടിക്കൊണ്ടിരിക്കുവാണ്, പക്ഷെ ആ യാത്രക്കാരൻ ആ ഇരിക്കുന്ന സീറ്റിൽ തന്നെ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുവാണ്. ഇനി റോഡിനെ അപേക്ഷിച്ചോ ആ യാത്രക്കാരൻ എന്തിലാണ്, ചലനാവസ്ഥയിലാണ്. അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാവുന്നുണ്ട് അല്ലെ, ചലനത്തിന് മാറ്റം ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹം ചലനാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്, കാരണം റോഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബസ്സിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ കോൺസ്റ്റന്റ് ആണ്. ഇനി മേഞ്ഞു നടക്കുന്ന പശുവിന്റെ പുറത്തിരിക്കുന്ന കാക്ക. പശുവിനെ അപേക്ഷിച്ച് ആ കാക്ക നിശ്ചലാവസ്ഥയിലാണ്. ആ പശുവിന്റെ ആ പുറത്ത് അതേ പൊസിഷനിൽ തന്നെയാണ് ആ കാക്ക ഇരിക്കുന്നത്. ഇനി തറയെ അപേക്ഷിച്ചോ, തറയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണ്. കാരണം പശു ചലിക്കുന്നുണ്ട്. പശു ചലിക്കുന്നതനുസരിച്ച് തറയെ അപേക്ഷിച്ച് കാക്ക എന്ത് ചെയ്യുന്നു, ചലനത്തിലാണ്. അടുത്തത് വയൽ വരമ്പത്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. തറയെ അപേക്ഷിച്ച് ആ കുട്ടി എന്താണ്, നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ സൂര്യനെ അപേക്ഷിച്ചോ ചലനാവസ്ഥയിലാണ്. കാരണം സൂര്യൻ രാവിലെയുള്ള പൊസിഷനിലല്ല ഉച്ചയ്ക്കുള്ളത്, ഉച്ചയ്ക്കുള്ള പൊസിഷനിലല്ല വൈകുന്നേരം ഉള്ളത്. അപ്പൊ കുട്ടി എവിടെയാണ്, വരമ്പത്ത് തന്നെ നിൽക്കുവാണ്. ആ തറയെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലാണ്, പക്ഷെ സൂര്യനെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണ്. സോ വ്യത്യസ്തമായ സന്ദർഭങ്ങളും ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും ഒക്കെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ അടുത്തത് കാണുന്നത് അവലംബക വസ്തു എന്നൊരു ടോപ്പിക്കാണ്. ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവിനെ അടിസ്ഥാനമാക്കണം.
അതായത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ എടുക്കുവാണ്. ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനമാക്കി മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. അടിസ്ഥാനമാക്കിയ ഈ വസ്തുവിനെ അവലംബക വസ്തു, റെഫറൻസ് ബോഡി എന്ന് നമ്മൾ പറയും. അടിസ്ഥാനമാക്കിയ വസ്തുവിനെ നമ്മൾ എന്താണ് പറയുന്നത്? അവലംബക വസ്തു അഥവാ റെഫറൻസ് ബോഡി. ഏതിനെ അടിസ്ഥാനമാക്കി? റോഡിനെ അടിസ്ഥാനമാക്കി പാസഞ്ചർ ചലിക്കുന്നുണ്ട്, ബസ്സിനെ അടിസ്ഥാനമാക്കി അതിലെ പാസഞ്ചർ ചലിക്കുന്നില്ല. ഇങ്ങനെ എന്തിനെ അടിസ്ഥാനമാക്കിയാണോ നമ്മൾ എടുക്കുന്നത് അതിനെ നമ്മൾ റെഫറൻസ് ബോഡി എന്ന് വിളിക്കുന്നു. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തുവാണ് അവലംബക വസ്തു. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തുവാണ് എന്ത്? അവലംബക വസ്തു. റോഡിനെ അപേക്ഷിച്ച് പാസഞ്ചർ ചലിക്കുന്നുണ്ടോ? അപ്പം ആരെ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത്? റോഡാണ്. അങ്ങനെ എടുക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു അഥവാ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. മറന്നു പോകരുത്, അവലംബക വസ്തു അഥവാ റെഫറൻസ് ബോഡി. ഇനി നമുക്കൊരു പുതിയതായിട്ടൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത് ദൂരവും സ്ഥാനാന്തരവും, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. ഇത് ഫിസിക്സിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നിങ്ങൾ പ്രത്യേകം പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. സഞ്ചരിക്കുന്ന പാതയുടെ നീളമാണ് ദൂരം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാരൂപമാണ് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നിന്നും ഈ പോയിന്റിലേക്ക് എങ്ങനെയാണ് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ആകെ 480 മീറ്ററേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിന്നും ഇവിടെ വരെ 600 മീറ്ററും ഇവിടെ വരെ 300 മീറ്ററും ഉണ്ട്. ഇനി ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റ് വരെ 420 മീറ്ററും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 660 മീറ്ററും ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ പോകുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഈ സ്ഥാനാന്തരത്തിന് ദിശയും പരിമാണവും ഉണ്ട്. അതായത് അതിന് ഡയറക്ഷനും അതേപോലെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അല്ലെ? ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അപ്പോ അതിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് ഫിസിക്സിൽ പറയുന്നത്. വെക്ടർ ക്വാണ്ടിറ്റി, ഇതിന്റെ യൂണിറ്റ് മീറ്റർ ആണ് ഇതിന്റെ യൂണിറ്റ് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് എന്നാൽ സഞ്ചരിച്ച ആകെ മൊത്തം ദൂരമാണ്. ഒരാൾ ഇവിടെ നിന്ന് ഈ വഴി ഇവിടെ എത്തുമ്പോൾ 600 കൂട്ടണം 300 900 മീറ്റർ ആണ് അദ്ദേഹത്തിന്റെ ഡിസ്റ്റൻസ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെറും 480 മീറ്റർ മാത്രമാണ്. കാരണം അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇനി ഈ പാതയിലൂടെയാണ് അയാൾ പോയത് എങ്കിൽ അയാളുടെ സ്ഥാനാന്തരവും അതേപോലെ അയാൾ പിന്നിട്ട ദൂരവും രണ്ടും 480 മീറ്റർ ആണ്. ഈ പാതയിലൂടെ പോകുമ്പോൾ പിന്നിട്ട ദൂരം 900 മീറ്ററും ഈ പാതയിലൂടെ പോകുമ്പോൾ പിന്നിട്ട ദൂരം 600 കൂട്ടണം 400 1000 1060 1080 മീറ്റർ ആണ് അദ്ദേഹത്തിന്റെ ദൂരം. പക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനാന്തരം 480 മീറ്റർ തന്നെയാണ്. സ്ഥാനാന്തരം എപ്പോഴും ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ആ വ്യത്യാസം മാത്രമേ നമ്മൾ കണക്കാക്കുകയുള്ളൂ. അപ്പോൾ ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഡിസ്റ്റൻസ് എന്നാൽ ദൂരമാണ്, പാതയുടെ നീളമാണ്. ഡിസ്പ്ലേസ്മെന്റിന് ദിശയും ഡയറക്ഷനും ഉണ്ട്. അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഡിസ്റ്റൻസിന്റെയും അല്ലെങ്കിൽ ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ആണ്, കാരണം ദിശയും പരിമാണവും ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ട്. എന്നാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് ഡയറക്ഷൻ ഇല്ല. ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യേണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അടുത്തത് നമ്മൾ കാണുന്നത് സദിശ അളവുകളും അതിശ അളവുകളുമാണ്. നോക്കാം. സദിശ അളവുകൾ എന്നാൽ ദിശയുള്ളതും അതിശ അളവുകൾ എന്നാൽ ദിശ ഇല്ലാത്തതുമാണ്. സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന്റെ പരിമാണത്തോടൊപ്പം ദിശയും കൂടി സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ.
അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന്റെ മാഗ്നിറ്റ്യൂഡിനൊപ്പം അതിന്റെ ഡയറക്ഷനും നമുക്ക് നിർബന്ധമാണ്. എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ളത് പ്രസ്താവിച്ചേ മതിയാകുള്ളൂ. ഇത്തരത്തിൽ പരിമാണത്തോടൊപ്പം ദിശ കൂടി, അതായത് അളവിനോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെ സദിശ അളവുകൾ അഥവാ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ വിളിക്കും. എന്താണ് സദിശ അളവുകൾ അഥവാ വെക്ടർ ക്വാണ്ടിറ്റീസ്? ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെ അദിശ അളവുകൾ അഥവാ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. ദിശ പ്രസ്താവിക്കേണ്ടത് ഇല്ലാത്ത അളവുകളെ അദിശ അളവുകൾ അഥവാ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നു. ഇതിനെ നമ്മൾ എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ സദിശ അളവുകൾക്ക് ദിശ പറഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമാകുള്ളൂ. അദിശ അളവുകൾക്ക് ദിശ ആവശ്യമില്ല. സദിശ അളവിന് ഉദാഹരണമാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. അദിശ അളവിന് ഉദാഹരണമാണ് നമ്മളുടെ ദൂരം, ഡിസ്റ്റൻസ്. ഇനി ഈ ഒരു ചിത്രം നമുക്ക് നോക്കാം. ഈ ഒരു ചിത്രത്തിൽ ഒരാൾ എയിൽ നിന്നും സിയിലേക്ക് പോകുമ്പോൾ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 80 മീറ്റർ ആണ്. ഈ വഴിയിലാണ് അയാൾ പോയതെങ്കിൽ അയാൾ പിന്നിട്ട ദൂരം 120 മീറ്റർ ആണ്. ഈ വഴിയിൽ കൂടിയാണ് പോയതെങ്കിൽ ഇത് 130 മീറ്റർ ആണ്. അപ്പോ ഇതിലേക്കൂടെ പോയി ഇത് അയാളുടെ ദൂരമാണ്. പക്ഷെ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ എടുക്കുള്ളൂ. ഇനി അയാൾ ഇതിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അയാളുടെ ഡിസ്പ്ലേസ്മെന്റും അതേപോലെ ഡിസ്റ്റൻസും രണ്ടും എന്താണ് 80 ആണ്. അതായത് സ്ഥാനാന്തരവും അതേപോലെ ദൂരവും രണ്ടും 80 മീറ്റർ തന്നെയാണ്. ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിന്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ തുല്യമായിരിക്കും. ആ വസ്തു നേർരേഖയിലൂടെ ഒരേ ദിശയിൽ, ഈ കേസിലൂടെയാണ് പോകുന്നതെങ്കിൽ ഈ വഴിയിൽ കൂടെ പോയാൽ ദൂരവും അതേപോലെ സ്ഥാനാന്തരവും എന്താണ് തുല്യമായിരിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് നോക്കാം. ദൂരം ഒരു അദിശ അളവാണ്. അത് സഞ്ചരിച്ച പാതയുടെ നീളമാണ്. സ്ഥാനാന്തരം എന്നാൽ ഒരു സദിശമാണ്. ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരമാണ് എന്ത് സ്ഥാനാന്തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദൂരം അദിശമാണ്, സഞ്ചരിച്ച പാതയുടെ നീളമാണ്. സ്ഥാനാന്തരം എന്നാൽ അത് സദിശമാണ്. ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരം കൂടിയാണത്. അടുത്തത് നമ്മൾ കാണുന്നത് വേഗം, പ്രവേഗം, സ്ഥാനാന്തരം എന്ന ഒരു ടോപ്പിക്കാണ്. വേഗം, പ്രവേഗം, സ്ഥാനാന്തരം. ഓക്കെ, നോക്കാം. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം, സ്പീഡ് അല്ലെ. യൂണിറ്റ് സമയത്ത് പെർ യൂണിറ്റ് ടൈമിൽ സഞ്ചരിച്ച ദൂരത്തിന് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നു. യൂണിറ്റ് സമയത്തിൽ ഉണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. യൂണിറ്റ് സമയത്തിൽ ഉണ്ടായ സ്ഥാനാന്തരം, അതായത് എന്താണ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത് സ്പീഡ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ഈക്വൽ ടു സ്പീഡ്. ഓക്കെ, ഇനി മറ്റേതെന്താണ്? മറ്റേത് പ്രവേഗമാണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഈക്വൽ ടു എന്താണ് വെലോസിറ്റി അഥവാ പ്രവേഗം. വെലോസിറ്റി എടുക്കുമ്പോൾ എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് അതായത് സ്ഥാനാന്തരം നമുക്ക് മെൻഷൻ ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. വെലോസിറ്റി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് മെൻഷൻ ചെയ്യണം? സ്ഥാനാന്തരം നമ്മൾ മെൻഷൻ ചെയ്യണം. വെലോസിറ്റിയിൽ സ്ഥാനാന്തരം ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത് വെലോസിറ്റി എന്ന് ഓർത്തിരിക്കുക. ഇനി പോകാം അടുത്തതിലേക്ക്. ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാരൂപമാണ് സ്ഥാനാന്തരം. ഏതൊരു പാതയിലൂടെ വേണമെങ്കിലും സഞ്ചരിച്ചോട്ടെ, പക്ഷെ തുടക്കത്തിലും ഒടുക്കവും തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ് എന്ത് സ്ഥാനാന്തരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. പ്രവേഗം കണക്കാക്കുമ്പോൾ വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാതയല്ലെങ്കിൽ പോലും ആ നേർരേഖാ ദൂരം തന്നെയാണ് സ്ഥാനാന്തരം. അപ്പോ വെലോസിറ്റി കണക്കാക്കുമ്പോൾ വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാത അല്ലെങ്കിൽ പോലും, അതായത് ഒരു വസ്തു ഇതിലെയാണ് സഞ്ചരിച്ചത് എന്ന് വിചാരിക്കാം, ബട്ട് വെലോസിറ്റി എടുക്കുമ്പോൾ നമ്മൾ ഈ സഞ്ചരിച്ച ദൂരം ഒരിക്കലും പരിഗണിക്കില്ല. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മാത്രമേ നമ്മൾ പരിഗണിക്കുകയുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അത് തന്നെയാണ് സ്ഥാനാന്തരം. യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കാൻ എടുത്ത സമയം തന്നെയാണ് ഉപയോഗിക്കേണ്ടതും. അപ്പോ നമ്മൾ ഉപയോഗിക്കേണ്ട സമയം ഏതാണ്? യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കാൻ എടുത്ത സമയം. പ്രവേഗം കണക്കാക്കുമ്പോൾ വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ച
പാതയല്ലെങ്കിൽ പോലും ആ നേർ രേഖാ ദൂരം തന്നെയാണ് സ്ഥാനാന്തരം. പക്ഷേ സമയമോ യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കാൻ എടുത്ത സമയം. അതായത് ഉദാഹരണമായി ഒരു ചിത്രം നോക്കാം. ഒരു വസ്തു ഇവിടെ നിന്ന് സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കുക. ആ വസ്തു എതിലെയാണ് സഞ്ചരിക്കുന്നത്? ആ വസ്തു ഇങ്ങനെ ആണ് സഞ്ചരിച്ച് ഇവിടെ എത്തിയത്. അപ്പൊ നമ്മൾ വെലോസിറ്റി കാണാൻ ഒരിക്കലും 60+60 അല്ല, മറിച്ച് നമ്മൾ 80 ആണ് എടുക്കുന്നത്. എന്നാൽ സമയം 10 സെക്കൻഡ് ആണ് എങ്കിൽ ഇതിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് എടുക്കുന്നത് താനും. ഈ ദൂരവും സമയം ഇതിലൂടെയാണ് എടുക്കുന്നത്. എപ്പോൾ? വെലോസിറ്റി കാണാൻ, പ്രവേഗം കാണാൻ വേണ്ടി മാത്രം നമ്മൾ അതാണ് എടുക്കുന്നത്. എന്നാൽ സ്പീഡ് കാണാൻ ഈ ഡിസ്റ്റൻസും ഇതേ ടൈമും തന്നെയാണ് എടുക്കുന്നത് എന്നും മനസ്സിലാക്കി വെക്കുക. അതൊരിക്കലും മാറിപ്പോകരുത്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് നോട്ടിക്കൽ മൈൽ എന്ന ഒരു ടോപ്പിക്കാണ്. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ എന്നത്. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് 1882 കിലോമീറ്റർ ആണ്. എവിടെയാണ് നോട്ടിക്കൽ മൈൽ ഉപയോഗിക്കുന്നത്? വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്നാൽ 1852 കിലോമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ്? നോട്ട് എന്ന് പറയും. ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ്. ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേഗത എന്നത് ഒരു അദിശ അളവാണ്, വ്യത്യസ്ത ദിശയിലൂടെയുള്ള ഒരു ചലനമാണ്. പ്രവേഗം ഒരു സദിശ അളവാണ്, അത് നേർരേഖയിലൂടെയുള്ള ചലനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചലനം എന്ന ഈ പാഠഭാഗത്ത് കണ്ട കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഓടിച്ചു നോക്കാം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിലെ യാത്രക്കാരൻ റോഡിനെ അപേക്ഷിച്ച് ഫ്രെയിം ഓഫ് റെഫറൻസ് റോഡാണ് എങ്കിൽ ആ റോഡിനെ അപേക്ഷിച്ച് അദ്ദേഹം ചലിക്കുന്നുണ്ട്. എന്നാൽ ബസ്സിനെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് യാതൊരു ചലനവുമില്ല. മേഞ്ഞു നടക്കുന്ന പശുവിന്റെ പുറത്തിരിക്കുന്ന കാക്ക പശുവിനെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലും തറയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലുമാണ്. വയൽ വരമ്പത്ത് നിൽക്കുന്ന കുട്ടി തറയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലും സൂര്യനെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലുമാണ്. ഇനി അവലംബക വസ്തു അഥവാ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ കണ്ടു. ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തുവിനെ അടിസ്ഥാനമാക്കണം. അടിസ്ഥാനമാക്കിയ ഈ വസ്തുവിനെ അവലംബക വസ്തു, റെഫറൻസ് ബോഡി എന്നാണ് പറയുന്നത്, അല്ലെ? ബസ്സിലെ പാസഞ്ചർ റോഡിനെ അപേക്ഷിച്ച് എന്ന് നമ്മൾ എടുക്കാറുണ്ട്. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തുവാണ് അവലംബക വസ്തു. ഇനി ദൂരവും സ്ഥാനാന്തരവും, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന പുതിയൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ദൂരം എന്നത് മൊത്തം സഞ്ചരിച്ച ദൂരമാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്നത് ഇനീഷ്യലും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റിന് ദിശയും അളവും പരിമാണവും ഉണ്ട്. ഇതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അടുത്ത നമ്മൾ കണ്ടത് സദിശ അളവുകൾ അഥവാ സ്കേലാർ ക്വാണ്ടിറ്റി, അദിശ അളവുകൾ അഥവാ വെക്ടർ ക്വാണ്ടിറ്റി. സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന്റെ പരിണാമത്തോടൊപ്പം ദിശയും കൂടി സൂചിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വെക്ടർ ക്വാണ്ടിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ പരിണാമത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെ നമ്മൾ സദിശ അളവുകൾ, വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് വിശേഷിപ്പിക്കുന്നു. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെ അദിശ അളവുകൾ അഥവാ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. സോ ദിശയുള്ളത് ഏതാണ്? സദിശ അളവുകളാണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അവയ്ക്ക് മാഗ്നിറ്റ്യൂഡും അതേപോലെ ഡയറക്ഷനും ഉണ്ട്. അദിശ അളവ് സ്കേലാർ ആണ്, അവയ്ക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, പരിമാണം മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഒരാൾ എയിൽ നിന്ന് ഈ വഴി എയിൽ നിന്ന് ബിയിലെത്തി സിയിൽ പോയാൽ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ 80 തന്നെയാണ്. ഇനി അയാളുടെ വെലോസിറ്റി എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എടുക്കേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് എന്നത് ഈ 80 ആണ് എടുക്കേണ്ടത്. ടൈം എന്നത് ഇതിലൂടെ സഞ്ചരിച്ച ദൂരമാണ് എടുക്കേണ്ടത് എന്നും ഓർത്തിരിക്കുക. ഇനി ഇവിടെ നിന്ന് അയാൾ ഈ പാതയിലൂടെയാണ്, നടുക്കൂടെയാണ് സിയിൽ പോയതെങ്കിൽ അയാളുടെ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും രണ്ടും തുല്യമാണ് എന്നും ഓർത്തിരിക്കുക. വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിന്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ തുല്യമായിരിക്കും. അത് നടുക്കൂടെ പോകുന്ന കേസാണ് പറഞ്ഞത്.
ദൂരം അദിശമാണ്, സഞ്ചരിച്ച പാതയുടെ നീളമാണ്, സ്ഥാനാന്തരം സദിശമാണ്, ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ രൂപമാണ് എന്ന് നമ്മൾ കണ്ടു. അടുത്ത നമ്മൾ കണ്ടത് വേഗം, പ്രവേഗം, സ്ഥാനാന്തരമാണ്. വേഗം എന്നാൽ നമ്മൾ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എന്നാൽ പ്രവേഗം എന്നാൽ എപ്പോഴും എന്തെടുക്കണം? ഡിസ്പ്ലേസ്മെന്റ്, ടൈം, മൊത്തം സഞ്ചരിച്ച സമയം മാത്രമാണ് എടുക്കേണ്ടത്. ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ രൂപമാണ് സ്ഥാനാന്തരം. പ്രവേഗം കണക്കാക്കുമ്പോൾ എപ്പോഴും യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാത അല്ലെങ്കിൽ പോലും ആ നേർരേഖാരൂപം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സമയം എന്താണ്? യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കാൻ എടുത്ത സമയവുമാണ്. ഇനി അടുത്ത് നമ്മൾ കണ്ടത് നോട്ടിക്കൽ മൈലാണ്. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് 1852 കിലോമീറ്റർ ആണ്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് ആണ് എന്ത്? നോട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ്. ഒരു നോട്ട് എന്നാൽ മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന വേഗത്തിൽ സഞ്ചരിക്കുന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വേഗത എന്നാൽ അദിശ അളവാണ്, വ്യത്യസ്ത ദിശയിലൂടെയുള്ള ചലനം. സദിശ അളവാണ് പ്രവേഗം, അത് നേർരേഖയിലൂടെ ചലിക്കാൻ നമ്മെ സഹായിക്കുന്നു. ഇത്രയുമാണ് ചലനം എന്ന ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ചലനത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ചലനത്തിന്റെ ബാക്കി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങളൊക്കെ വരാനുണ്ട്. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കാണും. അപ്പം ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വളരെ സീരിയസ് ആയി, വളരെ ആത്മാർത്ഥതയോടുകൂടി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് അർഹതപ്പെട്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ സ്വന്തം ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ജോലി എത്രയും വേഗം നിങ്ങളെ തേടിയെത്തട്ടെ, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ആൻഡ് താങ്ക് യു.